നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കോഴിക്കടയിലേക്കാണ്. ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വിൽപ്പനക്കായി കൊണ്ടുവന്ന ഒരു പൂവൻകോഴിയും ഇവിടുത്തെ ഇക്കായും തമ്മിലുള്ള ഒരു സൗഹൃദം, അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നിങ്ങൾ തമ്മിലുള്ള ചെങ്ങാത്തം തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പോൾ ഒരു 10-60 ദിവസം കഴിഞ്ഞു. ഇതെങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ വന്നത്? ഒരു പാർട്ടി ഇങ്ങനെ കോയിനെ എടുത്തപ്പോൾ അവിടുന്ന് ഒരു ചെറുത് കിട്ടി. 1,400 ഉണ്ടായുള്ളൂ. അപ്പൊ അത് കൊടുത്തില്ല. തീറ്റ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്ര ആയി. അപ്പൊ നമ്മള് വിളിച്ചാൽ ഇടയ്ക്ക് വിളിയേക്കും. അപ്പൊ ഒന്ന് വിളിച്ചാൽ വിളിയേക്കും. പിന്നെ നമ്മുടെ കൂടെയാണത്. അങ്ങനെ കൊടുത്തില്ല. ഒരുപാട് ചോദിച്ചു. ഇത് കോഴിയായി വരലില് പൂവൻ വരാറുണ്ടോ? സാധാരണ പൂവൻ ഇങ്ങനെ വരാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഇത്രയും തുത്തുള്ളത് വരാറില്ല. പൂവും ഇതുള്ള വരാറില്ല. പക്ഷെ ഇത് ഇണക്കമാണ് നമുക്ക് മെയിൻ ആയിട്ട്. നമ്മൾ പല പല ജീവികൾ നമ്മുടെ കയ്യിൽ ഇണങ്ങാറുണ്ട്. കോഴികൾ ഇണങ്ങി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു സാധാരണ, ഇത് ഏത് വർഗത്തിൽപ്പെട്ട? സാധാരണ ഇറച്ചിക്കോഴി തന്നെ. ഇറച്ചിക്കോഴി തന്നെ വന്നത്. ഇതിനൊക്കെ ഒരു 45 ദിവസമൊക്കെ ആയുസുള്ളൂ. ഒരു 65-70 ദിവസം ആവണം. വന്നപ്പോ എത്ര കിലോ ഉണ്ടായിന്ന് പറഞ്ഞേ? ഒരു 1,400 ഇപ്പൊ ഒരു 2.5-3 കിലോ അടുത്തായിട്ട്. 3 കിലോ അടുത്തായില്ലേ? അപ്പൊ ഇതിനെ കണ്ടപ്പോ എങ്ങനെയാണ് ഇത് തോന്നിയത്? ഇങ്ങനെ ഒരു ഇങ്ങനെ വേറെ ഇവര് ഈ കൂടുള്ള കോഴികളെ ഇവര് കൊത്തുണ്ട്. അങ്ങനെ അവൻ പറഞ്ഞിങ്ങനെ ഓരോ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനോട് കൊണ്ടറ്റേന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഒരു വെറൈറ്റി ആയതുകൊണ്ട് പിന്നെ നമ്മളതിനെ കട്ട് ചെയ്തില്ല അല്ലേ? പോലെ ഇവിടെ തന്നെ സാധനം ഇവിടെ തന്നെ. അപ്പൊ ഇതിന് നിലവിൽ ഇപ്പൊ ഭക്ഷണമൊക്കെ എന്തൊട്ടാണ് കൊടുക്കുന്നത്? ഗോതമ്പിനും പിന്നെ ഇതിന്റെ വേസ്റ്റ്. ആള് കാലത്ത് അയച്ചു വിട്ടാൽ എവിടെ വന്നിരിക്കും, അങ്ങനെ ഇരുന്നോളും. വേറെ പോവില്ല. അപ്പോൾ ഒരു നല്ലൊരു ഇണക്കമുള്ളൊരു കോഴിപ്പൂവൻ സംഭവം. നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇതിലെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്, പെട്ടെന്ന് കണ്ട ഒരു കാഴ്ചയാണിത്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ കോഴീനെയൊക്കെ ഇണക്കമുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത് ഇപ്പോഴാണ്. നിലവിലിപ്പോൾ ആൾക്കാരായാലും ചോദിക്കണ്ട, ഒരുപാട് പേര് ചോദിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര കാശിനും തന്നേക്കാം തന്നേക്കെന്ന് പറയും. നമുക്കത് കൊടുക്കാനാണ് തോന്നുന്നില്ല. ഇപ്പൊ അറക്കണമില്ല. ഇപ്പൊ അതിങ്ങനെ നിന്ന് തന്നെ അത് തീരണിയാണ് ചേച്ചി. നമ്മളെന്ത് കാണിച്ചാലും ഇങ്ങനെ ഇരുന്നോളും. നമ്മളിങ്ങനെ നമ്മൾ കണ്ട കൈമ ഇങ്ങനെ കിടക്കും. ഈ കട ഇരിക്കുന്നത് നമ്മുടെ മഹിളാലയത്തും കൂടി കാലടിക്ക് പോണ വഴി പുതിയ റോഡ് എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഈ കോഴീനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ പോണവർക്ക് ഈ കടയിൽ കയറാം. അധികം റേറ്റ് ഒന്നുമില്ല. ഇപ്പൊ ചിക്കനൊക്കെ വില, ഇപ്പൊ ചിക്കൻ്റെ ഒക്കെ വില 139. ഇനി കുറയോണോ? എന്താണ് അവസ്ഥ? എന്താണ് ഇനി കുറയോ? ഇനി കുറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. കാരണം മഴയൊക്കെ ആയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലാദ്യം ഇത് ഉൽപാദനം കുറവായിരുന്നു. ഇപ്പൊ ഉൽപ്പാദിച്ചു തുടങ്ങി. അപ്പൊ എന്തായാലും കുറയാൻ സാധ്യതയാണ്. പിന്നെ നമ്മള് ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി നീറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഇന്നിപ്പോ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നാളെയും പിന്നെയും വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. വരുന്നുണ്ട്, കുഴപ്പമില്ല, പോണം. ഹോം ഡെലിവറി ഉണ്ടോ? ഹോം ഡെലിവറി ഉണ്ട്. ശരി, ഞായറാഴ്ച ഇച്ചിരി ഫ്രഷ് ആയിരിക്കും. ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പോൾ കച്ചവടത്തിലൊക്കെ ഒരുപാട് വിജയം ഉണ്ടാവട്ടെ. വിജയം നമുക്ക് കാണാം. ഓക്കെ.